ഹലോ മൈ ഡിയേഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ 4th മൊഡ്യൂളാണ്, മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ്, കാര്യങ്ങൾ, ആരൊക്കെയാണ് അതിൻ്റെ കീ പേഴ്സണൽസ്, ആരൊക്കെയാണ്, ഡയറക്ടർ ആരാണ്, ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും റിമൂവലും അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് ഡയറക്ടർക്ക് ഒരു സ്പെസിഫൈ ചെയ്ത ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുവോ അവരെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പേഴ്സണ് മാത്രമാണ്, ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണ് കമ്പനിയുടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണ് മാത്രമാണ് കമ്പനിയുടെ എന്താവാൻ പറ്റുള്ളൂ, ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു കമ്പനിക്കോ ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒന്നും ഒരു ബോഡി ഓഫ് കോർപ്പറേറ്റിനോ ഒന്നും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഡയറക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കൂ, 2013 കമ്പനീസ് ആക്ട് പ്രകാരം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ആ കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷെയർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹോൾഡായിട്ട് ഉണ്ടാവണം. പിന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്ട് ചെയ്തിട്ടാണ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇലക്ട് ചെയ്തിട്ടാണ് ഡയറക്ടർ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ദെൻ അതേപോലെ ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ പറയുമ്പോൾ, ഇഫ് ഈസ് സൗണ്ട് മൈൻഡ് അല്ലാത്ത ഒരാളെ നമുക്ക് ഡയറക്ടർ ആക്കാൻ പറ്റില്ല. അതേപോലെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പാപ്പരാവുക എന്നർത്ഥം, അല്ലെ, കയ്യിലൊന്നും ഇല്ലാണ്ടാവുക. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ കടങ്ങളൊന്നും വീട്ടാൻ പറ്റാത്ത, അതിന് മാത്രമുള്ള അസറ്റൊന്നും ഇല്ലാത്ത ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഇൻസോൾവൻസിയിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പേഴ്സണെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ എന്തെങ്കിലും കേസിൽ കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറ്റില്ല. പിന്നെ അതേപോലെ കമ്പനിയുടെ ഷെയറിൽ കോൾ മണി പേ ചെയ്യാത്ത ആൾ പറ്റില്ല. പിന്നെ അതേപോലെ ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഇതൊരു യുണീക്ക് നമ്പറാണ്, DIN നമ്പർ. നിങ്ങൾ അതെന്താണ്, ആ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഡയറക്ടേഴ്സിന് കിട്ടുന്ന ഒരു യുണീക്ക് 8 ഡിജിറ്റ് നമ്പറാണ് DIN എന്ന് പറയുന്നത്. അത് അലോട്ട് ചെയ്യപ്പെടാത്ത ആളെയും നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആനുവൽ അക്കൗണ്ട്സ് ഫയൽ ചെയ്യാൻ പറ്റാതിരിക്കുക. പിന്നെ അതേപോലെ ആനുവൽ റിട്ടേൺസും എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് 3 ഫൈനാൻഷ്യൽ ഇയറിൽ ഫയൽ ചെയ്യാൻ പറ്റാതിരിക്കുക കേട്ടോ. അങ്ങനെ ഉള്ള ആൾക്കാരെയാണ് ഡയറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 7 പോയിൻറ്റുകളാണ്. ഓക്കെ, പിന്നെ പറയുന്നത് റോൾ ഓഫ് ഡയറക്ടർ, അതിൽ ലീഗൽ പൊസിഷൻ ഓഫ് എ ഡയറക്ടർ, അതൊക്കെ ഇതിൽ പെടുന്നതാണ്. റോൾ ഓഫ് ഡയറക്ടറിൻ്റെ റോൾ എന്താണെന്നുള്ളത്, ഡയറക്ടർ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്ടർ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ടറും പിന്നെ കമ്പനിയും തമ്മിൽ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഡയറക്ടർ ട്രസ്റ്റി ആയിട്ടാണ് ആ കമ്പനിയുടെ മണിയുടെയും പ്രോപ്പർട്ടിയുടെയും ട്രസ്റ്റി ആയിട്ട് ഡയറക്ടർ വർക്ക് ചെയ്യുന്നു. പിന്നെ അതേപോലെ ഡയറക്ടർ ആസ് എൻ എംപ്ലോയി, ഡയറക്ടറിന് സാലറി കിട്ടണം അല്ലേ. അപ്പോൾ ഡയറക്ടറിന് സാലറി കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഡയറക്ടർ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്ടർ മാനേജിങ് പാർട്ട്ണറാണ് അല്ലേ, ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട്ണറാണ് ഡയറക്ടർ. അപ്പോൾ ഡയറക്ടർക്ക് റോളെന്ന് പറഞ്ഞാൽ ഏജൻ്റായിട്ടും ട്രസ്റ്റി ആയിട്ടും എംപ്ലോയി ആയിട്ടും മാനേജിങ് പാർട്ട്ണറായിട്ടും ഉണ്ട്. ദെൻ പവേഴ്സ് ഓഫ് ഡയറക്ടർ, അപ്പോൾ ഡയറക്ടറിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് അൺപെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ വിളിക്കുക. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ് ഓതറൈസ് ചെയ്യുക. പിന്നെ ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബാക്ക് അല്ലേ, കൊടുത്ത ഷെയർ തിരിച്ചു വാങ്ങും. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ തന്നെ ഷെയർ വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറയാം. ദെൻ ടു ബോറോ മണി, ക്യാഷ് കടം കൊടുക്കുക, കടം വാങ്ങുക, ബോറോ ചെയ്യുക. ടു ഗ്രാൻഡ് ലോൺസ് അനുവദിക്കുക, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക. പിന്നെ ബിസിനസ്സിനെ എന്ത് ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യുക, എൻലാർജ് ചെയ്യുക. ദെൻ ടു അപ്രൂവ് അമാൽഗമേഷൻ ആൻഡ് മെർജർ, അമാൽഗമേഷനും മെർജറും എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. ദെൻ കമ്പനിയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊരു ഡയറക്ടറിൻ്റെ പവറാണ്. ദെൻ നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടർ. 2 തരത്തിലുള്ള ഡ്യൂട്ടിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ആൻഡ് ജനറൽ ഡ്യൂട്ടീസ്.
ടു വെരിഫൈ ട്രൂത്ത്നെസ് ഓഫ് പ്രോസ്പെക്ടസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ടുന്ന 3 ഡോക്യുമെൻറ്റ് നമുക്കറിയാം അല്ലേ. ഏതാണ്? ഒന്ന് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ പ്രോസ്പെക്ടസ്. ഈ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് നോക്കിയിട്ടായിരിക്കും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ കൂടുതൽ പീപ്പിളും ഷെയർ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് വരെ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസിൻ്റെ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ പിന്നെ വന്നിട്ട് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുക. 5 ലാക്കോ അല്ലെങ്കിൽ 10 ലാക്കോ അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഡ്യൂട്ടിയും അവർക്കാണുള്ളത്. ദെൻ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. ദെൻ കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുക. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തുക. പിന്നെ അതേപോലെ കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ രജിസ്ട്രാറിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. പിന്നെ മോർട്ട്ഗേജസും ചാർജസൊക്കെ അതിൻ്റെയൊക്കെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ ഡ്യൂട്ടിയൊക്കെ ആർക്കാണുള്ളത്, എന്താണ്, ഡയറക്ടർക്കാണുള്ളത്. പിന്നെ കമ്പനിയുടെ വൈൻഡപ്പിൻ്റെ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ പിന്നെ വന്നിട്ട് ജനറൽ ഡ്യൂട്ടിയാണ്, പൊതുവായിട്ടുള്ള ഡ്യൂട്ടി. ഒരു ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ് എടുക്കുക അല്ലെ. ആരാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കണം ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ് എടുക്കാൻ എന്ത് ചെയ്യണം, കഴിയണം. പിന്നെ അതേപോലെ റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ആൻഡ് ഡിലിജൻസ്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളിലും അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം. ഓക്കെ. ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, പലരുടെയും താല്പര്യങ്ങൾ. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ആസ് എൻ എംപ്ലോയി ഒരു എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. പിന്നെ ആസ് എ മാനേജർ ആ കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ 2 ഇൻട്രസ്റ്റും കൂടിയിട്ട് കോൺഫ്ലിക്റ്റ് ആവാത്ത രീതിയിൽ എന്താണ് ഇങ്ങനെ ക്ലാഷ് ആവാത്ത രീതിയിൽ അതെന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തേർഡ് പാർട്ടിയിൽ നിന്നൊരു ബെനിഫിറ്റും എന്ത് ചെയ്യരുത്, അക്സെപ്റ്റ് ചെയ്യരുത് അല്ലേ. തേർഡ് പാർട്ടിയിൽ നിന്ന് ബെനിഫിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനായി കൈക്കൂലിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ടു പ്രൊമോട്ട് ദ സക്സസ് ഓഫ് കമ്പനി ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് എ ഹോൾ. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ മൊത്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ജനറൽ ഡ്യൂട്ടി. ദെൻ റൈറ്റ്സ് ഓഫ് ഡയറക്ടറിൻ്റെ റൈറ്റ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ദ കമ്പനീസ് ഡോക്യുമെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്. കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റും എല്ലാ ഫൈനാൻഷ്യൽ റെക്കോർഡ്സും ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്, റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ്, ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ, അത് ചെയ്യാനുള്ള റൈറ്റ്. പിന്നെ ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഒരു 14 days ബിഫോർ, മിനിമം ഒരു 7 days ബിഫോറെങ്കിലും മീറ്റിങ്ങിൻ്റെ നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ്. ദെൻ ബോർഡ് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ്. പിന്നെ ബോർഡ് മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ദെൻ എത്ര ഡയറക്ടർഷിപ്പ് വേണമെങ്കിലും എന്താണ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ്. ദ റൈറ്റ് ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ബിസിനസ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്തെടുക്കാനുള്ള റൈറ്റ്. ഇത്രയും റൈറ്റ് ആർക്കാണുള്ളത്, ഡയറക്ടറിനുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ റൈറ്റ് ഉള്ളത് പോലെ തന്നെ ലയബിലിറ്റിയും ആർക്കുണ്ട്, ഡയറക്ടറിനുണ്ട്. മെയിനായിട്ട് ഡയറക്ടറിൻ്റെ ലയബിലിറ്റി 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും. ഓക്കെ. ഇതിൽ സിവിൽ ലയബിലിറ്റി എന്ന് ജസ്റ്റ് ആഡ് ചെയ്യാൻ അത് വിട്ടു പോയതാണ് കേട്ടോ. ഈ ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സും ലയബിലിറ്റി ടു കമ്പനിയും സിവിൽ ലയബിലിറ്റിയിലാണ് വരിക. തേർഡ് വൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ക്രിമിനൽ ലയബിലിറ്റി, അതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ പുറമേയുള്ള ആൾക്കാരോട്, ഔട്ട്സൈഡേഴ്സിനോട് ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലേ എന്തൊക്കെ ലയബിലിറ്റി, കാരണം ഈ ഏജൻറ്റിനെ വിശ്വസിച്ചായിരിക്കും പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ബാധ്യസ്ഥൻ ആരായിരിക്കും, ഡയറക്ടറായിരിക്കും. അതേപോലെ മിസ്ലീഡിങ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് അല്ലേ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ടസ് ഉപയോഗിച്ച് ഷെയർ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനും ലയബിൾ ആരാണ്, ഡയറക്ടറാണ്. പിന്നെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ അല്ലേ, അതായത് ഷെയർ അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ബേസിസിൽ ഷെയർ അലോട്ട് ചെയ്യണം. അതിലെന്തെങ്കിലും ഇറഗുലാരിറ്റി വരികയാണ് എന്നുണ്ടെങ്കിൽ അതും ബാധ്യസ്ഥന്മാർ തന്നെയാണ്, ഡയറക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഔട്ട്സൈഡേഴ്സിനുള്ള ലയബിലിറ്റി. അതേപോലെ ലയബിലിറ്റി ടു ദ
കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് അൾട്രാ വയേഴ്സ് ആക്റ്റാണ്. അൾട്രാ വയേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ അൾട്രാ വയേഴ്സ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ബയോണ്ട് എന്നാണ്. ബയോണ്ട്, അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് കുറച്ച് ഒരു പാരാമീറ്റർ ഉണ്ടാവും അല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ആക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അത് പരിധി വിട്ട് അദ്ദേഹം പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പരിധി വിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ബാധ്യസ്ഥൻ ആരെന്നെയായിരിക്കും, ഈ ഡയറക്ടറായിരിക്കും. അതേപോലെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി, വിശ്വാസപരമായിട്ടുള്ളൊരു ബന്ധമാണല്ലോ കമ്പനിയുമായിട്ടുള്ളത്. ആ ഒരു ഡ്യൂട്ടി അദ്ദേഹം എന്തെങ്കിലും ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ലയബിൾ ആര് തന്നെയാണ്, ഡയറക്ടറാണ്. അതേപോലെ നെഗ്ലിജൻസ് അല്ല, എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്ക് കൊണ്ടോ ബൈ ഒമിഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ എന്താണ്, അതിൽ ലയബിളായിട്ടുള്ളത് ഡയറക്ടർ തന്നെയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയോട് ഉള്ള ഡയറക്ടറിൻ്റെ ലയബിലിറ്റി. അതേപോലെ ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനും ഇംപ്രിസൺമെൻറ്റും അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ തരത്തിലുള്ള ലയബിലിറ്റിയാണ് ക്രിമിനൽ ലയബിലിറ്റി. അത് ഇതേപോലെ തന്നെ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ അതേപോലെ ആപ്ലിക്കേഷൻ മണി ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റേണ്ടതുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്ട്രാർക്ക് എന്താണ് അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും രജിസ്റ്റർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ, മനസ്സിലായി. പിന്നെ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതൊന്നും ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ജനറൽ മീറ്റിംഗ് സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറേ നമ്പർ. പിന്നെ അതേപോലെ ഒപ്റ്റെയിൻ DIN നമ്പർ അല്ലേ, ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് DIN. ഇത് കിട്ടുന്നതിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയറക്ടറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടറാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ അല്ലേ, അതായത് ഫസ്റ്റ് ഡയറക്ടറും ഉണ്ട് സബ്സിക്വൻറ്റ് ഡയറക്ടർ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഫസ്റ്റ് പേര് വരുന്നതാണ് ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വഴിയും എന്ത് ചെയ്യും, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതേപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വഴിയും ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതേപോലെ സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സിനെ ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിങ്ങിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, തേർഡ് പാർട്ടിക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, ട്രിബ്യൂണലിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ എത്ര ആൾക്കാരുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടും എന്ത് ചെയ്യാം, അപ്പോയിൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സിനെ റിമൂവൽ ബൈ ഷെയർ എന്നല്ല, റിമൂവൽ ബൈ ഷെയർ ഹോൾഡേഴ്സിനെ റിമൂവ് ചെയ്യാം. പിന്നെ ട്രിബ്യൂണലിൽ നേരിട്ടിട്ട് അല്ല എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടത്തിയെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ട്രിബ്യൂണലിനും ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യാം ഡയറക്ടറിനെ. സെൻട്രൽ ഗവൺമെൻറ്റിനും ഡയറക്റ്റായിട്ട് മാലിഫൈഡ് പ്രാക്ടീസസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റിമൂവൽ ഓഫ് ഡയറക്ടറിനെ ആർക്കും ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റിനും ചെയ്യാം. പിന്നെയുള്ളത് DIN ആണ്, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇതൊരു 8 ഡിജിറ്റ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്, ലൈഫ് ടൈം വാലിഡിറ്റിയുള്ള നമ്പറാണ്. ഈ ഒരു DINലൂടെയാണ് ഡയറക്ടറിൻ്റെ ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ടൈപ്സ് ഓഫ് ഡയറക്ടറാണ്, അതായത് ഈ കീ മാനേജീരിയൽ പേഴ്സണൽ കമ്പനിയിലെ ഒരു കീ മാനേജീരിയൽ പേഴ്സണലാണ് ഹോൾ ടൈം ഡയറക്ടർ അല്ലെ, കമ്പനിയുടെ ഹോൾ ടൈം എംപ്ലോയി ആയിട്ട് എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഡയറക്ടർ. then മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും, മാനേജീരിയൽ പേഴ്സണലിൽ വരുന്നത്. അതായത് കമ്പനിയുടെ ഡെസിഷൻ മേക്കിങ്ങിലൊക്കെ ഹെഡായിട്ടുള്ള അല്ലെ കമ്പനിയുടെ ഹെഡായിട്ടുള്ളത് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പവറുള്ള എന്താണ് പേഴ്സണാണ് മാനേജിങ് ഡയറക്ടർ. അതേപോലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നയാൾ. പിന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലേ, 219A പ്രകാരം അല്ലേ, സെക്ഷൻ 219A പ്രകാരം എന്താണ് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നയാൾ. ഇത് നെക്സ്റ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഏതിൻ്റെയൊക്കെ ബേസിലാണ് ഈ കമ്പനി ഗവേൺ ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള കുറച്ച് സിസ്റ്റംസും റൂൾസും റെഗുലേഷൻസും ആണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്തിനാണ് ഇങ്ങനെയുള്ള റൂൾസ്? നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തിനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? കമ്പനിയുടെ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ എന്തിനായിരിക്കും അതിനൊരു ബേസ് ഉണ്ടാവേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കമ്പനി നമ്പർ ഓഫ് സ്കാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചതികൾ അല്ലേ, ഒരുപാട് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു റൂൾസും റെഗുലേഷൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ എന്തുണ്ടാവും, കുറേ മാറ്റങ്ങളുണ്ടാവും.
ഓക്കെ. പിന്നെ ഓണർഷിപ്പിനെയും മാനേജ്മെൻറ്റും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. രണ്ടും കൂടി മിക്സ് അല്ല, രണ്ടും എന്താണ്, വേറെയാണെന്നുള്ള സെപ്പറേഷൻ. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മൾ നിലനിൽക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ടേം കൊണ്ടുവരിക. ഗ്ലോബലൈസേഷൻ, സെബി റൂൾസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി. സെബി റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. പിന്നെ ടേക്ക് ഓവർ മെർജറൊക്കെ നടക്കും അല്ലേ. ടേക്ക് ഓവർ പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയെ അല്ലേ, എന്താ ഒരു സിക്ക് കമ്പനി എന്ത് ചെയ്യുക, എടുക്കുക, അല്ലെങ്കിൽ 2 കമ്പനിയും കൂടെ മെർജ് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ എന്താണ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആവശ്യമാണ്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസിന് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റവും അതേപോലെ ഈ പ്രിൻസിപ്പിൾസൊക്കെ എന്താ ഫെയർ ആയിരിക്കണം, പിന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം അല്ലേ. പിന്നെ അതേപോലെ നത്തിങ് ടു ഹൈഡ് ആണ്, ട്രാൻസ്പെറൻസി ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി, കോംപ്ലയൻസ് ആണല്ലേ. ഒരു കാര്യം ഇപ്പോൾ എല്ലാ ഫൈനാൻഷ്യൽ ഇയറിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു കംപ്ലയൻസ്, അക്കൗണ്ടബിലിറ്റി വേണം. പിന്നെയുള്ള ടേമാണ് CSR അല്ലേ. CSR നമ്മൾ ഫസ്റ്റ് സെമ്മിൽ മാനേജ്മെൻറ്റിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ലാഭത്തിൻ്റെ ഒരു വിഹിതം എന്ത് ചെയ്യുക, ചിലവാക്കുക എന്നുള്ളത്. പിന്നെ വന്നിട്ട് സെബിയാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1988 ആണ്. 1992 കൂടിയിട്ടാണ് അത് എന്തായത്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നത്. പിന്നെ സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ് എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, പ്രൊമോട്ടിങ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്, പ്രൊഹിബിറ്റിംഗ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. മെയിനായിട്ട് സെബി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ. ഓക്കെ, ഒരു ഇൻവെസ്റ്ററാണ് കിങ് അല്ലേ. ഇൻവെസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാൽട്രേഡ് പ്രാക്ടീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുള്ളതാണ് സെബി. ഓക്കെ, പിന്നെ അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു എപെക്സ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്, സെബി. ഓക്കെ, then അതേപോലെ ഫങ്ഷൻസ് ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, സെബിക്ക് പവറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ആൾക്കാർക്കിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് പീരിയോഡിക്കൽ റിട്ടേൺസ് കിട്ടാനുള്ള ആ ഒരു പവർ ആർക്കുണ്ട്, സെബിക്കേണ്ടത് വിളിക്കും അല്ലേ. പിന്നെ കമ്പൽ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് ടു പബ്ലിക് കമ്പനീസിന് വേണ്ടിയിട്ട് എന്താണ്, പബ്ലിക് കമ്പനീസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ടു ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, then to grant registration to intermediaries, then withdrawal of recognition of stock exchange, prohibit contract in certain cases, പിന്നെ to give direction to stock exchange. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ്, പവേഴ്സ് ഓഫ് സെബി. ദെൻ നെക്സ്റ്റ് ആണ് ഒരു ലാസ്റ്റ് ടോപ്പിക്ക്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയാറുണ്ട് ട്രിബ്യൂണലിന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്, പിന്നെ ട്രിബ്യൂണലിന് റിമൂവ് ചെയ്യാൻ. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിൻ്റെ പവറുള്ള ഒരു, അതായത് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതാണ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ദെൻ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 15 ഓഫ് സെബി ആക്ട് 1992 അല്ലേ. 1992 സെബി ആക്ട് ഓക്കെ. അപ്പോൾ ഈ സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ട്, അതായത് ഇപ്പോൾ സെബി പാസ് ചെയ്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ സെബി ഇറക്കിയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളുണ്ടാവും അല്ലേ, അതിലെന്തെങ്കിലും എതിരായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് സാറ്റ് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഡോക്യുമെൻറ്റുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, അത് കറക്റ്റ് സമയത്ത് കിട്ടാനും അതെല്ലാം വെരിഫൈ ചെയ്യാനും അതിൻ്റെ എല്ലാം എവിഡൻസുകൾ കിട്ടാനും ഒക്കെയുള്ള പവർ എന്തിനുണ്ട്, സാറ്റിനുണ്ട്. സാറ്റിൻ്റെ എന്താണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്, പ്രിസൈഡിങ് ഓഫീസർ ഉണ്ടാവും, അതിന് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും പ്രിസൈഡിങ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ 2 മെമ്പറും ഉണ്ടാവും, അതും സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നതിനായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് ഈ ഒരു നോട്ട് നിങ്ങൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാനും നല്ല രീതിയിൽ പഠിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.